നമ്മുടെ അടുത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അല്ല ആന നിങ്ങൾ ആരാ? സദാശിവ. ചേട്ടൻ മനസ്സിലായില്ലേ? മണ്ഡലം പ്രസിഡന്റ് സഖാവ് ബിജീഷ്. പരസ്യത്തിലൊന്നും കൊടുത്തിട്ട് അറിയാവോ? സദാശിവ, മതിൽ റോഡിലേക്ക് ഇറങ്ങിയതാ പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ചേട്ടൻ അത് പൊളിച്ചു പണിഞ്ഞോളൂ. ചെറിയ മതിലാണ്. കട്ടിക്കാട് സദാശിവൻ. വെട്ടിക്കാട് സദാശിവൻ സാരമല്ല, അത്യാവശ്യം നിങ്ങൾ എടുത്തോ. അപ്പൊ ശരി, മതിൽ ഞങ്ങൾ എടുക്കുക. കാണാം. ചേട്ടാ. ചേട്ടോ. ആരാ? എന്ത് പാട്ടിക്കൊണ്ടേക്ക് ഉദാരമായ സംഭാവന. കൊറോണ ഒക്കെ ഇതേ മക്കളെ, ഇപ്പൊ പണ്ടത്തെ പോലെ പണിയൊന്നും ഇല്ല. ഒരു ചെറുതായിട്ട് വല്ല എഴുതിക്കൂ. 500. 500? അത്രയ്ക്ക് വേണ്ട ചേട്ടാ. ഇത് എന്തുവാടാ? സ്ത്രീ വിരോധ പാട്ടല്ലോടാ ഇത്. ഇതൊക്കെ നീ എങ്ങനെ കേൾക്കുന്നടാ? എനിക്ക് കഷ്ടമാടാ ഇത്. പിന്നെ ഉണ്ടയാണ്. പണ്ടൊക്കെ സിനിമ എടുത്തായിരുന്നെങ്കിൽ ആൾക്കാർ അതിനെ കലയായിട്ട് കാണുമായിരുന്നു. ഇപ്പൊ അതിന്റെ സംവിധാനന്റെ രാഷ്ട്രീയം, ലൈറ്റ്മാന്റെ രാഷ്ട്രീയം എല്ലാം കൊണ്ട് നടന്നോളും. നിനക്കൊന്നും വേറെ പണിയില്ലേ? അല്ലല്ലോ ഉമ്മാർക്ക് ആരെങ്കിലും രാഷ്ട്രീയം കണ്ടുപിടിക്കാൻ പണ്ടേ നല്ല എടുക്കാം. സഖാവോ വിലസം വരുന്നൊക്കെ എന്തോയി? അതൊക്കെ ഓണത്തിൽ പോന്നു. ചട്ടവും പാർട്ടി പിടിച്ചെടുക്കാനാണ് ലക്ഷ്യം. അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ മടുത്ത് നിർത്തി പൊയ്ക്കൂറടേ. നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ട് നാട്ടിൽ സ്വസ്ഥമായിട്ട് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നല്ലൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അവര് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നല്ലതെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പാവപ്പെട്ട പുലികൾ വരെ വെജിറ്റേറിയനായി, പുലികൾ വരെ. ഞങ്ങളുടെ പാർട്ടിയുടെ ആശയം ഇത് വല്ലതും ആണോ? അല്ല, എന്താ ഇവരുടെ പാർട്ടിയുടെ ആശയം? കള്ളക്കടത്തോട് വല്ലാതെന്തോ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് എന്താണ് വേണ്ടത്? എനിക്കൊരു പോകണം. പൊട്ടന്മാർ അതല്ല, സ്വാതന്ത്ര്യം. നിങ്ങളുടെ ചേട്ടാ ഫുൾ ഫോമിലാണല്ലേ? അതൊക്കെ ചുമ്മാടാ, വെറും തള്ളു. വീട്ടിൽ അങ്ങനെ മൊത്തം ബബ്ബയാണ്. നമ്മുടെ മതില് നമുക്കില്ലയോ? പിന്നെ അത് നമുക്കാ. നീ വായേ, 1-2 വീട്ടിൽ കയറി വരട്ടുണ്ട്. വാ, നീ കയറി, വണ്ടി കയറി. പിന്നെ അല്ല. സഖാവ് മാസമായിരുന്നല്ലേ, അവന്മാരെ മിണ്ടാട്ടം മുട്ടി പോയി. പിന്നെ അല്ല, ഇന്ന് രാത്രി വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ക്യാപ്സുകൾ രാത്രി കുത്തിരുന്ന് കഴിച്ചതാ. അവന്മാരെ മിണ്ടാട്ടം മുട്ടി വീണിട്ടില്ലേ? പൊട്ടറാ, സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ശരി സഖാവ്. എന്താണ്ടാ, എന്തോ പ്രശ്നം? സമ്മതിക്കുന്നില്ല. ഇവന്മാര് പറയും തുമ്മാരെ മതിലാണെന്ന്. ഇവന്മാരുടെ ഞങ്ങളുടെ മതില്, ഞങ്ങളുടെ അഞ്ഞോളം തീരുമാനിച്ചാൽ മതി. ഞാൻ മാത്രം തീരുമാനിച്ച ഈ വീട് എന്റെ പേര്, അപ്പൊ ഈ മതിലോ അത് എന്റെ പേരിലാണോ? അയ്യടാ, നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അച്ഛൻ അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടില്ല. ചേട്ടാ, ഒരു തർക്കത്തെയും കഴിഞ്ഞു. പക്ഷെ ഈ മതിലേക്ക് കിട്ടിയേ പറ്റൂ. അല്ല, നിങ്ങൾ എന്തിനാ സ്ഥാനത്ത് വിജയിക്കത്തോടില്ല, പിന്നെ എന്തിനാണ് ഈ മതിലൊക്കെ? ജലക്ഷൻ കഴിഞ്ഞിട്ടേ ആര് തലകൂടെ മുണ്ടിട്ട് നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ RCB പോലെ ശീലമുള്ള കാര്യമില്ല. തുടങ്ങിയിട്ട് ഞാനിവിടെ തല വെക്കുന്നു. അച്ഛ ഇയാടെ പറയണ്ട, ഞങ്ങൾ പാർട്ടിയുടെ പ്രശ്നം. നിങ്ങളൊക്കെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാടാ വളർത്തിയത്. തമ്മിത്തല്ലാണോ മക്കളെ രാഷ്ട്രീയം വേണ്ട. അച്ഛൻ പറയുന്നത് ഇവിടെ കുതിർത്തവർക്കുള്ള മതിലുകളായിരുന്നു. അല്ലാതെ കണ്ട നോർത്തികൾക്കുള്ളതല്ല. മാധവൻ ചേട്ടാ ഒരു നിമിഷം. ചേട്ടാ, ഈ വർഷത്തെ ഞങ്ങളുടെ പൗരസഭയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ചേട്ടനെ അടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനോ? അടുത്ത പണിയാൻ നിൽക്കല്ലേ? അപ്പൊ ഞങ്ങളിവിടെ മത്സരിച്ചിട്ട് തോക്കാൻ നിൽക്കല്ലേ? ആരോട് തോക്കാൻ? ഞങ്ങളോട്. നീ പോടാ തീറ്റ കമ്മി. നീ പോണ ചാണക സഞ്ചി. നീയൊക്കെ രണ്ടുപേരും അടി കൂടിയാലും ഞാൻ ഇവട്ടെ മത്സരത്തിന് നിൽക്കും. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മതിലാ. ഇവിടെ എന്റെ പേര് എഴുതിയാൽ മതി. പോയി എഴുതാൻ എന്റെ പേര്. അച്ഛാ, टाइम आएगा, दिनों का ही तो आया है, क्या घंटा लेकर जाएगा।
डालेगा किसी का हाथ नहीं था सर पर यहाँ पर आया